ഒന്നും സംസാരിക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജായി പോന്നെങ്കിലും എനിക്ക് എൻ്റെ ഈ മാതാവിൻ്റെ മണ്ണിൽ വന്ന് കാല് കുത്തിയാൽ എൻ്റെ മകളുടെ അസുഖം മാറും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കണേ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പോവാം, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അന്ന് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനപ്പം തന്നെ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി. അതും കഴിഞ്ഞ് എൻ്റെ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിന്റെ കൂടെയാണ്, നീ എന്തിനു ഭയപ്പെടണം. ഞങ്ങൾ പോന്നതിൻ്റെ തലേ ദിവസം വരെ മൈൻഡ് എല്ലാം പോയിരിക്കണായിരുന്നു. എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ ചാടും, ഒരാളില്ലാതെ എൻ്റെ മോളെ ഇട്ടിട്ട് വരാൻ പറ്റൂല. പക്ഷെ അന്നത്തെ കഴിഞ്ഞിട്ട് ഇന്ന് വരെ എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം എൻ്റെ മോക്ക് എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു. കൊടുത്താണ് എൻ്റെ മോള് സംസാരിക്കാൻ തുടങ്ങിയത്.